കണ്ടിട്ടില്ല, ഞാൻ അദ്ദേഹത്തെയും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് ഇതാണ്. ഞാൻ കോട്ടയം CMS കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ സാറായിരുന്നു. 1970 കഴിഞ്ഞ് ഞങ്ങളിൽ ചില ആളുകൾ IAS എക്സാമിനേഷൻ പഠിക്കുവാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹമുള്ളവരായിരുന്നു. ആ സമയത്താണ് മലയാളം വേണമെങ്കിൽ ഒരു ഐച്ഛിക വിഷയമായി എടുക്കാമെന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിക്കുന്നത്. ഞങ്ങളിൽ ചിലർ രാമവർമ്മ സാറിനോട് മലയാളത്തിലെ വളരുന്ന കവിതകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് JT ആമ്പല്ലൂർ എന്ന ഒരു കവി വളരെ നന്നായി വളരുന്നുണ്ട്. അന്നത്തെ ആ വർഷത്തെ പരീക്ഷയ്ക്ക് മലയാള സാഹിത്യത്തെ കുറിച്ച് JT ആമ്പല്ലൂർ എന്ന പേര് ഒന്നിലധികം പ്രാവശ്യം ആ പരീക്ഷയ്ക്ക് ഉപയോഗിച്ച് ഭാവിയിൽ IAS-കാരനായ ഒരാളെ എനിക്ക് വളരെ നന്നായി അറിയാം. അതാണ് JT ആമ്പല്ലൂർ 1970 ഞങ്ങളുടെയൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ശാരീരികമായി വളർന്നു. JT ആമ്പല്ലൂർ ഒരു മനുഷ്യനായി വളരെ നന്നായി വളർന്നു. ഫാദർ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നന്മയിലേക്ക് നയിക്കുവാൻ കഴിവുള്ള കവിതകൾ എഴുതുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ കവിതകൾ എന്നും നിലനിൽക്കും. വായനക്കാരെ എങ്ങനെ അത് സ്വാധീനിക്കും എന്ന് ചോദിച്ചാൽ, just like the ink that is spraying in the blotting paper, ബ്ലോട്ടിംഗ് പേപ്പറിൽ മഷി പടരുന്നത് പോലെ ഒച്ചയും അനക്കവും ഒന്നുമില്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് വളരെ സുഖകരമായി അത് വരുന്നു. ഒരു നല്ല കാറ്റ് പോലെ നമ്മളെ തഴുകുന്നു. ആമ്പല്ലൂർ സാറിന്റെ കയ്യിൽ നിന്നും അങ്ങനെയുള്ള നിരവധി കവിതകൾ ഉണ്ടാവുകയും അദ്ദേഹം സാഹിത്യത്തിൽ എന്നും അനുസ്മരിക്കപ്പെടുന്ന ഒരാളായിരിക്കും എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നമസ്കാരം.